ചേപ്പാട് ദേവാലയത്തിനുള്ള ഒട്ടും നീതീകരിക്കാനൊക്കാത്ത ഒരു സംഗതിയാണ്. ചേപ്പാട് പള്ളിയോ മലങ്കര സഭയോ നാടിന്റെ വികസനത്തിന് എതിരായിട്ടൊന്നും നിന്നതല്ല. ഇത് ഇന്ന് പൊളിക്കപ്പെട്ട കുരിശടി എന്ന് പറയുന്നത് ഒറ്റക്കല്ലിൽ തീർത്ത നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കുരിശടിയാണ്. ഈ പള്ളിയും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ്. അതിൻ്റെ ഉള്ളിലെ പുരാതനമായ ഇലച്ചായത്തിൽ വരച്ച പെയിന്റിങ്ങുകൾ അതിപ്പോൾ കേരളത്തിലെ പള്ളികളിൽ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്ന ഒന്നാണ്. ഏറ്റവും അടുത്ത് പിന്നീടുള്ളത് കൃഷ്ണപുരം പട്ടണത്തിൽ മാത്രം ഇത്രത്തോളം പഴക്കമുള്ള ഇലച്ചായ ചിത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കോടതിയിലേക്ക് പോയത്. കോടതിയിൽ ദേശീയപാത അതോറിറ്റി ഇത് പൊളിക്കാൻ പാടില്ല എന്നും ഇത് സംരക്ഷിച്ചുകൊണ്ട് അതേ രീതിയിൽ തന്നെ ഫ്ലൈ ഓവർ പണിയാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇവിടെയുള്ള 3 പള്ളികളെ സംരക്ഷിച്ചുകൊണ്ട് ഫ്ലൈ ഓവർ പണിയാനുള്ള അപ്രൂവൽ കോടതി ദേശീയപാത അതോറിറ്റി നൽകുകയും ചെയ്തു. അപ്രകാരമായിരുന്നു ഈ പണികൾ നടന്നു വന്നത്. ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ മാസം ഈ ദേവാലയത്തിൽ സന്ദർശിക്കുന്നുണ്ടായി. അപ്പോഴും ദേശീയപാതയുടെ അധികൃതർ ഞങ്ങളോട് പറയുകയുണ്ടായി, ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് ഈ ഫ്ലൈ ഓവർ പണിയുവാനായിട്ട് ദേവാലയത്തിന്റെ ഒരുപാട് സ്ഥലം പോലും വേണ്ട, കുരിശുമൂട് പൊളിക്കേണ്ട ആവശ്യമില്ല, കുരിശുമൂടിന്റെ മുകളിൽ കൂടിയാണ് ഈ ഫ്ലൈ ഓവർ പോകുന്നതെന്ന് അവർ ഉറപ്പിച്ച് പറയുകയുണ്ടായി. പക്ഷെ എന്നിട്ടും ഇന്ന് അപ്രതീക്ഷിതമായിട്ട് 200ഓളം പോലീസുകാർ 2 വണ്ടികളിൽ വന്നിട്ട് ദേശീയപാത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, ഡെപ്യൂട്ടി കളക്ടർ ഉണ്ടായിരുന്നു. അവര് അത് പൊളിക്കുകയായിരുന്നുണ്ട്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യത്തിന് കൊട്ടാരക്കര പോകുമായിരുന്നു, 12 പക്ഷെ പെട്ടെന്ന് തിരികെ വന്നു. ഞങ്ങൾ വന്നപ്പോഴേക്കും അതിലും കുരിശടി ഉൾപ്പെടെ എല്ലാം പൊളിച്ചു കളഞ്ഞു. ഞങ്ങൾ വന്നതിന് ശേഷം അച്ഛൻ വിജയിച്ചൻ അകത്തോട്ട് വരെ ഞാനായിരുന്നു അപ്പോൾ പുറത്ത് ചെന്നത്. അവരോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഇതിന്റെ രേഖകൾ കളക്ടർ ഉത്തരവിട്ടിട്ടാണ് ഇത് പൊളിക്കുന്നതെന്ന് പറയുമ്പോൾ കളക്ടർ ഉത്തരവിട്ട രേഖ എന്താണെന്ന് കാണിക്കാൻ പറയുമ്പോൾ അവർ കാണിച്ചില്ല. ഒരു രേഖയില്ല. നമുക്കറിയാം, റോഡിന്റെ വശത്ത് നിയമവിരുദ്ധമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മാടക്കട പൊളിക്കണമെങ്കിൽ പോലും നോട്ടീസ് നൽകിയിട്ടാണ് പൊളിക്കുന്നത്. ഇത് 1 2 അല്ല 2000-ലധികം വിശ്വാസികൾ എല്ലാ ഞായറാഴ്ചയും വന്ന് വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുന്ന ഒരിടമാണ് ഈ പരിശുദ്ധ ദേവാലയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു നോട്ടീസ് ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഇന്ന് അവർ പൊളിക്കാൻ വന്നപ്പോഴുള്ള കാര്യം വിളിച്ച് ഞങ്ങളുടെ ട്രസ്റ്റിംഗ് സെക്രട്ടറിക്ക് ആവശ്യപ്പെട്ടു. 2 ദിവസം തരാമെന്ന് ഞങ്ങൾ ഈ കുരിശൊന്ന് മാറ്റി സ്ഥാപിച്ചു. കാരണം ഈ കുരിശെന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒറ്റക്കല്ലിൽ തീർത്ത് കുരിശായതുകൊണ്ട് അതിന് ഒരു വൈകാരികമായ ഒരു ബന്ധം ഇവിടുത്തെ ജനങ്ങൾക്ക് ആ കുരിശിനോടുണ്ട്. ഇവര് പൊളിക്കുവാനായിട്ട് വരുന്ന സമയത്ത് ട്രസ്റ്റിയും സെക്രട്ടറിയും ഒക്കെ ഒരു 2 ദിവസത്തെ സാവകാശം അവരോട് ചോദിച്ചു. ഒരു 2 ദിവസം സാവകാശം തരികയാണെങ്കിൽ ഈ കുരിശുമൂട് മറ്റെവിടേക്കെങ്കിലും പള്ളിക്കുള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കാം, അതിനുശേഷം നിങ്ങൾക്ക് ആ സ്ഥലം പൊളിക്കാവുന്നതാണെന്ന് അവരുടെ ആവശ്യം പറയുന്നുണ്ട്. പക്ഷെ ആ പറഞ്ഞവരെ മർദ്ദിക്കുകയാണ് അവർ ചെയ്തത്. പോലീസുകാർ മർദ്ദിച്ചവരെ അവിടെ നിന്ന് മാറ്റുകയൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ അത് ചോദ്യം ചെയ്ത് എന്നെയും പോലീസുകാർ സംഘമായിട്ട് കാര്യങ്ങൾ DSP ഉൾപ്പെടെയുള്ളവർ വന്ന് എന്നെ മർദ്ദിക്കുകയും എന്നെ JNGP കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങുകയൊക്കെ ചെയ്തു. അത് ചെറിയൊരു സംഘർഷത്തിലേക്ക് അത് കലാശിച്ചു. പിന്നീട് ഞാൻ അവരുടെ കാര്യങ്ങൾ വിശദീകരിച്ചു. ഞാൻ ഒന്നേ അവരോട് ആവശ്യപ്പെടുള്ളൂ, ഇത് പൊളിക്കാനുള്ള ഉത്തരവ് കളക്ടർ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ഉത്തരവ് ഞങ്ങളെ ഒന്ന് കാണിക്കണം. കാര്യം വികാരിയും സഹവികാരിയും ഞങ്ങളാണ് ഈ പള്ളിയുടെ അധികാരികൾ, അതോറിറ്റീസ് ഞങ്ങളാണ്. ഞങ്ങൾ ഈ ഡോക്യുമെന്റ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് പൊളിക്കാനുള്ള അവകാശം അത് സാഹചര്യം ഞങ്ങൾ ഒരിക്കലും തരാമെന്ന് അവരോട് പറയും. പക്ഷെ അങ്ങനെ ഒരു ഉത്തരവ് കാണിക്കാൻ തയ്യാറായില്ല. കളക്ടറെ വിളിച്ചപ്പോൾ കളക്ടർ എന്നോട് പ്രതികരിക്കുന്നില്ല. അങ്ങനെ തീർത്തും നിരുത്തരവാദപരമായിട്ട് ദേശീയപാതയുടെ അറിവോടെ ആണോ എന്ന് പോലും ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. കാര്യം ദേശീയപാതയ്ക്ക് ഈ സ്ഥലം വേണ്ട, ഈ കുരിശുമൂട് പൊളിക്കേണ്ടതെന്ന് അവർ ഞങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഉറപ്പ് നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്നോ ആരാണ് ഇത് ലക്ഷ്യമിട്ട് ചെയ്തതെന്നോ ഞങ്ങൾക്കറിയില്ല. എന്താണെങ്കിലും 2 ദിവസത്തിനുള്ളിൽ ഒരു ചർച്ച ക്രമീകരിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഭംഗിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നമുക്ക് ഇവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.